രേഖാചിത്രം OTT-യിലേക്ക് എത്തുന്നു. സ്ട്രീമിംഗ് തീയതി പ്രഖ്യാപിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത സിനിമയാണ് രേഖാചിത്രം. മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ വിജയമാണ് നേടിയത്. ചിത്രത്തിലെ ആസിഫ് അലിയുടെയും അനശ്വര രാജന്റെയും പ്രകടനങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 75 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ സിനിമയുടെ OTT റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ചിത്രം മാർച്ച് 14-ാം തീയതി മുതൽ സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി നേട്ടമാണ് രേഖാചിത്രം. കാവ്യ ഫിലിംസ് കമ്പനി, ആൻമെഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരുപിടി നല്ല സിനിമകൾ നിർമ്മിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് കാവ്യ ഫിലിംസ് കമ്പനി. 2018-ന്റെയും മാളികപ്പുറത്തിന്റെയും വൻ വിജയത്തിനു ശേഷം കാവ്യ ഫിലിംസ് കമ്പനി, ആൻമെഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളി നിർമ്മിച്ച സിനിമയാണ് രേഖാചിത്രം. മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ്കുമാർ, ശ്രീകാന്ത് മുരളി, ഉണ്ണി ലാലു, നിശാന്ത് സാഗർ, പ്രേം പ്രകാശ്, സുധി കോപ്പ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ജോഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത്. ചിത്രത്തിൽ തുടക്കകാലത്തെ മമ്മൂട്ടിയെ AI-യുടെ സഹായത്തോടെ കൊണ്ടുവന്നതുൾപ്പെടെ ഏറെ പുതുമ നൽകിയിരുന്നു.